എടി ആയിഷ. എന്തോ ചെവി പൊട്ടുമാറും അലാറം കേട്ടതും ഞാൻ ഞെട്ടി ചാടി എണീറ്റു. കണ്ണിന് ചുരുട്ടും ഇരുട്. അടിച്ചത് അലാറമായിരുന്നെന്ന് കണ്ടത് സ്വപ്നമായിരുന്നെന്നും മനസ്സിലായി എനിക്ക്. പടച്ചോനെ, അലാറം പോലും ഇപ്പം മൂപ്പര സൗണ്ടിലാണല്ലോ അടിക്കണേ. കൈ ഏന്തി ഫോൺ എടുത്തു. 4:30. തൂക്കാൻ തുടങ്ങിയ കണ്ണുകളെ സർവ്വസാക്ഷിയും എടുത്ത് വലിച്ചു തുറന്നു. എൻ്റെ പള്ളം മേലെ വെച്ചിരിക്കുന്ന ഇസ്നമോളുടെ കാല് വലിച്ചു താഴെയിട്ടു. ബെഡിൽ തന്നെ ഇരുന്ന് ലൈറ്റ് ഓണാക്കി. ആയിഷ, അലാറവും ലൈറ്റൊന്നും ഓഫാക്ക്. മനുഷ്യനെ ഒന്നും ഉറക്കാൻ സമ്മതിക്കൂല. മൂപ്പരെ കിടപ്പ് കണ്ട് നല്ല കലിപ്പും കുശുമ്പും തോന്നിയെങ്കിലും അത് കാണിക്കാതെ എണീറ്റു. വായും മുഖവും കഴുകി അടുക്കളയിലേക്ക് കയറി. തീ തിരിപ്പിച്ചു. കുടിക്കാനുള്ള വെള്ളം വെച്ചു. രാവിലത്തെ ഫുഡിനുള്ള പുട്ടും കടലക്കറിയും റെഡി. ഇടക്ക് ക്ലോക്കിലേക്ക് നോക്കി. 8:15 വരും സ്കൂൾ ബസ്. അതിനു മുമ്പ് എല്ലാം റെഡിയാക്കണം. പിന്നെ ഇക്കാക്ക് 9:30 ആകുമ്പോഴേക്കും പോണം. ബാങ്കിലാണ് ജോലി. ആയിഷ, മോളെ എടുത്തോണ്ട് പോ. അലർച്ച കേട്ടതും ഗ്യാസിൽ വെച്ച് ഉപ്പേരി അവിടെ ഇട്ട് ഓടി മുറിയിലേക്ക്. LKG-കാരിയായ മകൾ എണീറ്റിരിപ്പുണ്ട്. ഉമ്മി, മൂത്രയിക്കാനുണ്ട്. നിനക്ക് ഇറങ്ങി ബാത്റൂമിലേക്ക് പോയിക്കൂടെ മോളെ? പേടിയാ ഉമ്മി. ആയിഷ നോക്കി. ഇതൊന്നും അറിയാത്ത രീതിയിൽ ബെഡിൽ കമന്ന് കിടപ്പുണ്ട് മൂപ്പര്. ജമാൽക്ക, ഒന്ന് എണീറ്റേ. ഒരു തേങ്ങ പൊട്ടിച്ചു തരുമോ? കുറച്ച് കഴിയട്ടെ. നീ പോ. ഉറങ്ങാനും സമ്മതിക്കൂല. ഓ, കിടപ്പ് കണ്ടാൽ തോന്നും കളക്ടറാണെന്ന്. രാത്രി മുഴുവനും ഫോണിൽ കുത്തി കളിച്ചിട്ടിരിക്കും. മോളെ മൂത്രമൊഴിപ്പിച്ച് ഇറങ്ങുമ്പോഴാണ് എന്തോ കരയുന്ന മണം വരുന്നത്. പിന്നെ ഒരു ഓട്ടമായിരുന്നു അടുക്കളയിലേക്ക്. അത് പുകയായിരുന്നു. മുകളിൽ നിന്ന് എടുത്ത് മറ്റൊരു പാത്രത്തിലാക്കി ഒന്ന് മണത്തു നോക്കി. കരിഞ്ഞ മണമുണ്ടോ? ഏയ്. കരിഞ്ഞു പോയത് പശുവിൻ്റെ വെള്ളത്തിലും തട്ടിയിട്ടു. തേങ്ങ എടുത്ത് കൊടുവാള് കൊണ്ട് പൊട്ടിച്ചു. ഇതെങ്കിലും മൂപ്പർക്കൊന്ന് പൊട്ടിച്ചു തന്നൂടെ? ഉമ്മി, എൻ്റെ യൂണിഫോമിൻ്റെ കോട്ട എവിടെ? മൂത്ത മോളാണ്. മുഹൂർത്ത സമയത്തെ അതൊക്കെ തപ്പുള്ളൂ. എൻ്റെ സീലോ ആ ഷെൽഫിലെങ്ങാനും നോക്ക്. മോളെ, ചായ കിട്ടിയില്ല. ഉപ്പയാണ്. കുട്ടികൾക്കുള്ളതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. ഉപ്പാൻ്റെ ചായ കൊടുത്തു. തേങ്ങയുടെ ഞാൻ പൊട്ടിച്ചു തരാം. ആയിഷ ആ ഭാഗത്തേക്ക് മൂപ്പരെ ഒന്ന് രൂക്ഷമമായി നോക്കി. എൻ്റെ നോട്ടം കണ്ടെന്ന് മൂപ്പരൊരു ആക്കിയ ചിരിയും ചിരിച്ച് അങ്ങേര് പോയി. അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ആയിഷ നോക്കി. മൂപ്പര് പിന്നെയും ഫോണിൽ തോണ്ടുകയാണ്. ജമാൽക്ക, മോളെ ഈ യൂണിഫോം ഒന്ന് ഇടീച്ചേ. ബസ് ഇപ്പം വരും. എനിക്കറിയില്ല ആയിഷ, നീ ചെയ്താൽ മതി ഇതൊക്കെ. പിന്നെ ഞാനിതെല്ലാം പഠിച്ചിട്ടല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. വെറുതെ പിറുപിറുത്തു. ആര് കേൾക്കാൻ, ആരോട് പറയാൻ? രണ്ടിനെയും ഒരുക്കി ബാഗും എടുത്ത് റോഡിലേക്ക് നടന്നു. അവരെ ബസ് കയറ്റിയിട്ട് വീട്ടിലേക്ക് പിന്നെയും ഒരൊറ്റ ഓട്ടമായിരുന്നു. തൊഴുത്തിൽ കിടന്നു പശു തൊള്ള പൊളിക്കുന്നുണ്ട്. ആയിഷ, അതിന് പുല്ലിട്ട് കൊടുക്ക്. കീർണ കണ്ടില്ലേ? എനിക്ക് കഴിക്കാനെടുക്ക്. സമയം വൈകുന്നു. ജമാൽക്ക, ടേബിളിലുണ്ട്. ഫുഡ് എടുത്ത് കഴിച്ചോ? പശുവിന് പുല്ലിട്ട് കൊടുക്കുന്നതിനിടക്ക് അവൾ വിളിച്ചു പറയുന്നുണ്ട്. എൻ്റെ ആയിഷ, നീ എടുത്തതാ. എനിക്കറിയില്ല. മൂപ്പർക്ക് പിന്നെന്തേത്താ അറിയാ? ആയിഷ, നീ കഴുകിയില്ലേ? ചാണകത്തിൻ്റെ മണം. മൂപ്പര് ഒന്ന് കലിപ്പിച്ച് നോക്കി. അതും ഒരു ആര് കാണാൻ? ഏത് സമയം ഫോണിലാണല്ലോ കണ്ണ്. ആയിഷ, ഈ കറിക്ക് മസാല കൂടുതലാണല്ലോ. നീ ഇത് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നേ? വായിൽ വെക്കാനും കൊള്ളില്ല. അതും പറഞ്ഞ് പാത്രത്തിലിരുന്ന പുട്ടും കഴിച്ച് കറിയും വടിച്ച് നക്കി മൂപ്പര് എണീറ്റു. ചോറും കറിയും ടിഫിൻ ബോക്സിലാക്കിയും വെച്ചു. ആയിഷ, എടി ആയിഷ. സ്പീക്കർ വീങ്ങിയ പോലെ വലിച്ചു കീറുന്നുണ്ട്. എന്താ ജമാൽക്ക? എടി, എൻ്റെ ചുവപ്പ് ഷർട്ട് എടെ? ഇവിടെ കാണുന്നില്ലല്ലോ. ജമാൽക്ക, അത് ആ ഹാങ്കറിലുണ്ട്. ഇവിടെ ഇല്ല. നീ എടുത്തുതാ. ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ജമാൽക്ക, ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഡ്രസ്സില്ലേ? അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്. എൻ്റെ ജമാൽക്ക. പോരാ, എനിക്കത് തന്നെ വേണം. തപ്പിത്താ. കോലുമിഠായിക്ക് കരയുന്ന കുട്ടികളെ പോലെ തോന്നി എനിക്ക്. ഒരു നിവൃത്തിയുമില്ലാതെ തപ്പിക്കൊടുത്തു. ഉപയോഗിക്കാതെ ഇട്ടേക്കുന്ന ഒരു കട്ടിലുണ്ട്. അലക്കിയ തുണി തള്ളുന്നത് അവിടെയാണ്. ആയിഷ, വെറുതെ ഇരിക്കുന്ന നേരത്ത് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ചൂടെ? വെറുതെ ഇരിക്കാനോ? ആര്? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കാനോ? ഈ വീട്ടിലെ പണി മുഴുവനും ചെയ്യണ്ടേ? ഒന്ന് ഇരിക്കാൻ പോലും സമയമില്ലേക്കാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ഈ വീട്ടിൽ ഇതിന് മാത്രം അലമറിക്കണ പണി എന്താ ഇവിടെ ഉള്ളത്? കുറച്ച് ചോറും കറിയും വെക്കണം, അതല്ലേ ഉള്ളൂ. അതാണെങ്കിലോ വായിൽ വെക്കാൻ കൊള്ളാത്തതും കൊള്ളാത്തതും. മൂപ്പരെ ചൊറിയണ വർത്താനം കേട്ട് എനിക്ക് ചൊറിഞ്ഞു കയറി. ഞാൻ പിന്നെ മിണ്ടാതെ ക്ഷമിച്ചു നിന്നു. നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഈ ഷെൽഫ് ഒന്ന് വൃത്തിയാക്കാം.
എന്തൊരു പൊടിയാണ്. പിന്നെ എൻ്റെ ചെരുപ്പ് ഒന്ന് കഴുകാൻ പറഞ്ഞിട്ട് നീ കഴുകിയോ? ഇല്ലല്ലോ. എന്നിട്ട് വലിയ മലമഴക്കുന്ന പണിയാ പോലും ഇവിടെ. അല്ല, നിങ്ങളുടെ ചെരുപ്പ് നിങ്ങൾക്ക് കഴുകിക്കൂടെ ഇക്ക? എന്നെ ഒന്ന് സഹായിച്ചൂടെ? അത് പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ഞങ്ങളെ കുടുംബത്തിലെ ആണുങ്ങൾ ആരും അടുക്കള ജോലി ചെയ്യാറില്ല. അത് പെണ്ണുങ്ങളുടെ കടമയാണ്. ഇത് പറഞ്ഞത് ജമാൽക്കയുടെ ഉമ്മയാണ് കേട്ടോ. ഏത് ഭരണഘടനയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. ചിന്തകളെ മുറിപ്പിച്ചുകൊണ്ട് പിന്നെയും വന്നു ആ വിളി. ആയിഷ, എൻ്റെ ബൈക്കിൻ്റെ ചാവിയടെ. മൂപ്പർക്ക് എന്താ ക്രിമികടിയുണ്ടോ? ആയിഷ 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 മരിച്ച്. നീ വല്ലതും പറഞ്ഞോ? ഇല്ല ഇക്ക. ഇക്കാൻ്റെ വിളി കേൾക്കുമ്പോയാ എൻ്റെ പേര് പോലും ഞാൻ ഓർക്കുന്നേ. മേശക്കകത്തിരിക്കുന്ന ചാവി എടുത്ത് കയ്യിൽ കൊടുത്തു. വാതിൽ ചാരി അവിടെ തന്നെ അവൾ നിന്നു. നിന്റെ പണികളൊക്കെ കഴിഞ്ഞോ? അല്ല, നീ വെറുതെ നിൽക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഇക്ക പോയിട്ട് ഞാൻ പൊയ്ക്കോളാം. എൻ്റെ പേര് വിളിച്ച് രാവിലെ ഉള്ള എനർജി കളയണ്ട ഇക്ക. വൈകുന്നേരം വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാൻ ചപ്പാത്തി പരത്തുന്ന തിരക്കിലും. ആയിഷ, ഇങ്ങ് വന്നടി, കോളടിച്ചടി. ഞാൻ ചെന്നത് ഉപ്പയും മകനും എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. വാർത്ത ആണ്. കേരളത്തിലെ അടുക്കളകൾ സ്മാർട്ടാകുന്നു. സ്ത്രീകളുടെ ജോലി എളുപ്പത്തിലാക്കാൻ കിച്ചൺ സ്മാർട്ടാകുന്നു. ഓ ആയിഷ, നിന്റെ പരാതി തീർന്നല്ലോ. സർക്കാർ വീട്ടുജോലിക്ക് ശമ്പളം തരുന്നു. അതിനെന്താ? കിച്ചണല്ലേ സ്മാർട്ടാകുന്നുള്ളൂ. നിങ്ങൾ ആ പഴയ ആൾ തന്നെയല്ലേ? കെട്ടിയന്മാരെ കൂടി സ്മാർട്ടാകാൻ പറ സർക്കാരിനോട്. അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. അതും പറഞ്ഞ് അവൾ കരിഞ്ഞ മണം വരാൻ തുടങ്ങിയ ചപ്പാത്തി പോയി എടുത്ത് പിന്നെയും പരത്താൻ തുടങ്ങി. അല്ല, അവൾ എന്തോന്നാ പറഞ്ഞത്? ഉപ്പച്ചിയെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുമെന്ന്. അതും പറഞ്ഞ് 10 വയസ്സുകാരി ഒന്ന് ഇളിഞ്ഞ് ചിരിച്ചുപോയി. ഇതൊരു ആയിഷയുടെ കഥ മാത്രമായിരിക്കില്ല, ഒട്ടുമിക്കത് സ്ത്രീകളുടെയും കഥയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.